കൊറോണ ആയതുകൊണ്ട് തന്നെ ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കണം എന്നുള്ള ആഗ്രഹം 8 മണിക്ക് ഞാൻ പോക്കറ്റിലിട്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഇവിടെ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ബിരിയാണി കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ ഈ കഥ കേട്ടിട്ട് നിങ്ങളും ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങളുടെ ബിരിയാണി കഥ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഞാൻ കഥ പറയാൻ തുടങ്ങുവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. 1 കിലോ ചിക്കൻ മെറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്. അപ്പോൾ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു സൈഡിലായി സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10 വലിയ അല്ലിയോളം വെളുത്തുള്ളി, ഒരു 5-6 തണ്ട് കറിവേപ്പില, ഒരു 5-8 പച്ചമുളക്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം. ഇതൊക്കെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്കൊന്ന് മെറിനേറ്റ് ചെയ്യാൻ. ഞാൻ ക്രഷ് ആക്കിയിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനല്ല, ഏട്ടനാണ്. ഞാൻ ഏട്ടൻ്റെ വെറും ഒരു അസിസ്റ്റൻ്റാണ്. അപ്പോൾ തേങ്ങയ്ക്ക് ഞാൻ ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏട്ടനത് ചിക്കൻ്റെ മുകളിലിട്ട് നല്ലപോലെ ഒന്ന് മെറിനേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടേണ്ട വേറൊരു സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകാണ്. കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മെറിനേറ്റ് ചെയ്യണം. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടണം. കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. വേറെ ഞങ്ങൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് 20 മിനിറ്റോളം മെറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റോളം വെക്കണം. കൈകൊണ്ട് തന്നെ നല്ലോണം മെറിനേറ്റ് ചെയ്യുക. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ പോവാം. അടുത്തതായിട്ട് ഏട്ടൻ്റെ പരിപാടി മസാല തയ്യാറാക്കലാണ്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ഉള്ളി നല്ല വൃത്തിയായിട്ട് മുറിച്ചിട്ട് എണ്ണയിലിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടൻ. അപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 തക്കാളി ആഡ് ചെയ്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ മാത്രമേ തക്കാളി ഇടാൻ പാടുള്ളൂ. അപ്പോൾ ആരും തന്നെ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി ഇടുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് 2 നല്ല ചുമന്ന തക്കാളി എടുത്തിരുന്നുണ്ട്. ആ 2 തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്ക് മെറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുട്ടപ്പന്മാരെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി തക്കാളി നല്ലപോലെ നമുക്കൊന്ന് വഴറ്റി എടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഏട്ടൻ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഇട്ടിട്ട് ഏട്ടൻ മസിൽ പിടിച്ച് ഇളക്കുന്നുണ്ട്. അപ്പോൾ മസിൽ പിടിച്ച് ഇളക്കിയത് കൊണ്ട് തന്നെ ചിക്കൻ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ചിക്കൻ. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. കുറച്ചേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ചിക്കൻ ഒരു കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ഒന്ന് ചേർക്കണം. പിന്നെ കളറിന് വേണ്ടിയിട്ട് ആവശ്യമെങ്കിൽ കാശ്മീരി മുളക് പൊടി നമുക്ക് കുറച്ച് ചേർക്കാം. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കാം. ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും ആവശ്യമെങ്കിൽ ഉപ്പും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല, അതായത് ചിക്കൻ്റെ മസാല വിത്ത് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി റൈസ് ഉണ്ടാക്കലാണ്. റൈസ് ഉണ്ടാക്കി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബിരിയാണി റെഡിയായെന്ന് പറയാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 3 ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ എൻ്റെ അടുത്തൊന്ന് മിസ്സായി പോയി. ഇതാ അടുപ്പിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അരി ഇട്ടു ഞങ്ങൾ. ആദ്യം ചൂടുവെള്ളം ഒന്ന് തിളപ്പിച്ച് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇടുക, നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എന്താ പറയണ്ടേ, ബേ ലീഫ്, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്കായി, പെരിഞ്ചീരകം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അരി വെന്തതിന് ശേഷം, നല്ലപോലെ വേവേണ്ട, ഒരു 90% അരി വെന്തതിന് ശേഷം നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. അരി ഇതാ വെന്ത് ഞാനൊരു സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് അരി ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മുടെ ചിക്കന് ദമ്മിടലാണ്.
അപ്പോൾ ആദ്യം തന്നെ ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ആദ്യം തന്നെ അതിൽ കുറച്ച് നെയ്യ് ചേർക്കുക. നമ്മൾ ചോറുണ്ടാക്കുമ്പോഴൊന്നും നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ചോറ് ഇടുക. കുറച്ച് ചോറ് ഇട്ടിട്ട് ചോറിൻ്റെ ഒരു ലെയറിന് ശേഷം പിന്നെ ചിക്കൻ, പിന്നെയും ചോറ്, അങ്ങനെയുള്ള ലെയർ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ബിരിയാണീൻ്റെ ദമ്മിടുന്നത്. അപ്പോൾ നെയ്യിട്ടതിന് ശേഷം അതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് ചോറ് ചേർക്കുവാണ്. കുറച്ച് ചോറ് ചേർത്തതിന് ശേഷം പിന്നെ ചിക്കൻ, പിന്നെയും ചോറ്, പിന്നെയും ചിക്കൻ, അങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ചോറ് അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയ നമ്മുടെ ഫുഡ് ഫ്ലേവറാണിത്. അതായത് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ആക്കിയത്, അതും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ ചിക്കൻ ഇടാം. അപ്പോൾ അടുത്ത ലെയർ ചിക്കൻ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ മല്ലിയിലയും പുതിനയിലയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓർമ്മ വരുന്നേരം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓർമ്മയില്ലാത്ത സമയത്ത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിടുമ്പോൾ ഓർമ്മിച്ച് അതിൻ്റെ ഇടയിൽ മല്ലിയിലയും പുതിനയിലയും ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതാ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ സ്പീഡ് കൊടുക്കുവാണ്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ ബിരിയാണി കഥ, എൻ്റെയും ഏട്ടൻ്റെയും മക്കൾസിൻ്റെയും ബിരിയാണി കഥ ഇവിടെ പൂർത്തിയായി. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഉണക്കമുന്തിരിങ്ങ ഇതൊന്നും ഇട്ടില്ലേന്ന്. അതൊന്നും ഞങ്ങൾ ഇടാറില്ല. കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ, എടുത്ത് സൈഡിൽ വെക്കാനും പിന്നെ കുട്ടികൾക്കായി കഴിഞ്ഞാലും അത് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊന്നും ഇടാറില്ല. അത് ചേർക്കുന്നവർക്ക് അത് ചേർക്കാം, അല്ലാത്തവർക്ക് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണി കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിരിയാണി കഥ നിങ്ങളും ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ ആരും മടിക്കരുത്. പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്താനും മറന്നു പോകരുത്. അപ്പോൾ ഞങ്ങളിതാ ബിരിയാണിയൊക്കെ കഴിക്കട്ടെ. കഴിക്കാനുള്ള കൊതിയുണ്ട്. ബിരിയാണി കഴിക്കുന്ന ആ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അടുത്ത പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുവാണ്, കഴിക്കുന്ന വീഡിയോയും കൂടെ ഞാൻ നിങ്ങളെടുത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്ര നേരം എൻ്റെ കത്ത് സഹായിച്ചതിന്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ വിത്ത് ആഫ്രിക്കൻ മലയാളി. ബൈ ബൈ.